ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇത് മാട്ടൂല് പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകളാണ് കാണുന്നത്. അതായത് ഇവിടെ വെക്കേഷൻ സമയത്താണ് നമ്മൾ പോയത്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് പലതരം ജീവികളെയും പാമ്പുകളെയും അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ഇനത്തിൽപ്പെട്ട പല വർഗത്തിൽപ്പെട്ട മൃഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അങ്ങനെ അത്ഭുതപരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ഇവിടെ കയറാൻ ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഓക്കെ, അപ്പോൾ 150 രൂപ ഏതായാലും മുതലാവും. അത്രയും ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീച്ചിൽ, ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബീച്ചുണ്ട്, അവിടെ നിന്നും എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത്. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വരുന്ന വഴി ചെറിയ ഇടുങ്ങിയ റോഡാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. 150 രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപാട് കാണുന്ന ഫസ്റ്റ് കാഴ്ചയാണിത്. കുതിരയെ കാണാൻ പറ്റും. നമ്മൾ വന്ന സമയത്തുള്ള കാഴ്ചയാണ് പറഞ്ഞത്. ഇനിയിപ്പം നിങ്ങൾ വരുന്ന സമയത്ത് മാറ്റുമെന്നറിയില്ല. ഫസ്റ്റ് കാണുന്ന ഒരു കാഴ്ച കുതിരേനെ കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി പിന്നെ ഒരുപാട് വെറൈറ്റി പല ജീവികൾ, നമ്മൾ ഇതുവരെ കാണാത്ത പല ഇനത്തിൽപ്പെട്ട പല ജീവികളും ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അപ്പോൾ കാണുന്നില്ല, ആദ്യമായിട്ട് പാമ്പിനെ കാണാം. പല ഇനത്തിൽപ്പെട്ട പാമ്പുകൾ, ഇതുവരെ കാണാത്ത പല വിഷമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പാമ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഫിഷ്, അതുപോലെ തന്നെ ഫിഷ് വെറൈറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാണില്ലേ, പക്ഷികൾ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്യജീവികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. അപ്പം കണ്ട ഇണക്കുരുവികൾ, അപ്പോൾ അതുപോലെ തന്നെ താറാവ്, ഒരുപാട് നല്ല വലിപ്പത്തിലുള്ള താറാവ് വെള്ളത്തിന് കളിക്കുന്നുണ്ടാ. അതുപോലെ തന്നെ ഇനി നല്ല വിശാലമായ സ്ഥലം തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഓരോ ജീവിക്കും ഇപ്പം ഇതൊരു വെറൈറ്റി തത്തയാണ്, പഞ്ചവർണ്ണ തത്ത. ഇങ്ങനെ ഓരോ കൂട്ടിലായിട്ട് പല പല ഇനങ്ങൾ, ഐറ്റംസ്, അതായത് പല ജീവികളെയും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാടൻ തത്ത, അങ്ങനെ ഇതെന്താ ഒരു ജീവിയും മനസ്സിലായില്ല, ഒരുമാതിരി എന്താ ഉടുമ്പിൻ്റെ ഇനത്തിൽപ്പെട്ട വേറെന്തോ ഒരു ജീവിയാണ്, കണ്ടാൽ പേടിയാവും. അല്ല മോളെ, ഇത് വേറെ തരം പക്ഷിയാണ്, ലവ് ബേർഡ്സിൻ്റെ മാതിരി അതിൻ്റെ വലിപ്പത്തിലുള്ള. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു വർഗത്തിൽ ഏതെങ്കിലും ഒരു ജീവിനെ കണ്ട് അതിന് ശേഷം പിന്നെ വെറൈറ്റി ആയിട്ടുള്ള വേറെ ജീവിനെ കാണാം. അങ്ങനെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ. ഇത് കുതിര, വേറെ കുതിര അല്ല, കൈതിയാന്ന് തോന്നുന്നു അല്ലേ, കഴുത. പശുക്കുട്ടി, ഇതെന്താണ്? ഒട്ടകപ്പക്ഷി. ഇതിപ്പോ കുറെ ആൾക്കാരെല്ലാം കണ്ടോണ്ട് അങ്ങോട്ട് പോയി നിന്നിട്ടുള്ള ഒട്ടകപ്പക്ഷി. ധൈര്യശാലി ഒട്ടകപ്പക്ഷി. ഇത് ധൈര്യശാലി. കാണുന്നില്ലേ എന്തെല്ലാം ചമക്കുന്നുണ്ട്. എന്താ അതിൻ്റെ ഇടയിൽ വേറൊരു പക്ഷി, വേറെ പക്ഷിക്കൂടി, ഇങ്ങനെ ഓരോ മാറി ഓരോരോ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ നമുക്ക് ഇതുപോലത്തെ ഈ പക്ഷീനെ തോളിൽ വെക്കുക, കയ്യിൽ പിടിക്കുക. ഇനി എക്സ്ട്രാ പൈസ വേണം. അത് അങ്ങനെ പിടിച്ച് തോളെല്ലാം വെക്കുകയാണെങ്കിൽ 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത്. അതിന് എക്സ്ട്രാ പൈസ. ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ടാവും, അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ പക്ഷീനെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാം. തീറ്റ എല്ലാം അവിടെ നിന്ന് തരും. ഇവിടെ കണ്ട ക്യൂ, അതായത് പക്ഷിക്ക് തീറ്റ കൊടുക്കാനുള്ള ക്യൂ ആണ് കാണുന്നത്. കാണുന്നില്ല, തലയിൽ തീറ്റ വെച്ചിട്ട് പക്ഷീനെ കൊണ്ട് കൊത്തി തിന്നിപ്പിക്കുക. അങ്ങനെയുള്ളൊരു കളികൾ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ പലതും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെല്ലാം എക്സ്ട്രാ പൈസ ഉണ്ട്. ഈ ഇതിൽ കയറുന്ന 150 കൂടാണ്ട് എക്സ്ട്രാ പൈസ ഉണ്ട്. ഓക്കെ,
പിന്നെ നമുക്ക് പല ഇനത്തിൽപ്പെട്ട വേറെ തരം പക്ഷികളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് പാമ്പ് കൊണ്ടുള്ള കളിയാണ് കാണാൻ സാധിക്കുന്നത്. പാമ്പ്, നല്ല പെരുമ്പാമ്പ്. അതായത് ഇതിനടുത്ത് ചുമലിടുക, പിന്നെ കയ്യിലെല്ലാം പിടിച്ചിട്ടെല്ലാം കളിക്കാൻ പറ്റും. കാണുന്നില്ല, അതായത് ഇതേപോലെ ഇതിനെല്ലാം എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. ഒന്നും കടിക്കൊന്നുമില്ല, പേടിക്കാൻ. ധൈര്യശാലികൾക്ക് ആർക്കും ഇതിനെടുത്തിട്ട് എന്താക്കാം, ചുമലിൽ വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അങ്ങനെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്നില്ല, നേരത്തെ കണ്ട പോലെ പക്ഷീനെടുത്തിട്ട് കയ്യിൽ വെക്കുക, കൊത്തിക്കുക, അങ്ങനെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കാനും പറ്റും. കുട്ടികൾക്ക്, ധൈര്യമുള്ള കുട്ടികളുടെ കയ്യിലെല്ലാം കാണുന്നില്ല, ഇതേപോലെ വെച്ചിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റും. പിന്നെ അതും കണ്ടതിന് ശേഷം പിന്നെ ഡോഗുകൾ, ഒരുപാട് ഇനത്തിൽപ്പെട്ട ഡോഗുകളെ കാണാൻ പറ്റും. ഇതിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് രാത്രിയിൽ അയച്ചു വിടുന്നതെന്ന്, പകല് വന്നിട്ട് കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. അമ്മ ആർക്കറിയാം എന്താ സ്ഥിതി. അതിന് ശേഷം എലികളെ കാണാം. എലി തീറ്റ തിന്നുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് ഇതേതാ ജീവി? വ്യത്യസ്തമായ ജീവിയാണല്ലോ. അതെ, വ്യത്യസ്തമായ. നമ്മൾ ചില ടി വിയിലെല്ലാം കാണുന്നില്ല, അതേമാതിരിയുള്ള കുരങ്ങുകൾ. നേരത്തെ കണ്ടുപോലെ താറാവ് വീണ്ടും. അപ്പോൾ അതെല്ലാം കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഉള്ള അതാ ആമ ഉണ്ട് കേട്ടോ. ആമ കൂട്ടിലുള്ള ആമയാണ്. അതിനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആൾക്കാരെ കാല് കാണുമ്പോൾ അതിന്റെ പിന്നാലെ വന്നിട്ട് കടിക്കാൻ നോക്കുന്നുണ്ട്. അത് കടിക്കാൻ പോയതാണ്. അതെ, കിട്ടിയില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ കാലിൽ കയറാൻ നോക്കി. അതിന് ശേഷം എന്താ കാണുന്ന മീൻ, അക്വേറിയം. അതായത് നമുക്ക് കൈയിട്ട് ഇതിന് തീറ്റ കൊടുക്കുക. നമ്മളെ കൈ ഇട്ട് കൊടുത്താൽ തീറ്റയാണെന്ന് വിചാരിച്ചിട്ട് അത് വന്ന് കൊത്തു. ഇതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഫിഷ് എന്നാ പറയുന്നതിന്, ഫിഷിങ് ഫുഡ്. അപ്പോൾ ഇവിടെ ഫിഷിന് തീറ്റ കൊടുക്കാനുള്ള അതിനും എക്സ്ട്രാ പൈസ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കുറച്ച് ഇനത്തിൽപ്പെട്ട ഓന്തുകൾ, അങ്ങനെ 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 പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഏതായാലും നിങ്ങളിവിടെ വന്നാൽ മുതലാവും. മാട്ടൂല് പെറ്റ് സ്റ്റേഷൻ ഇപ്പോൾ ഒന്നുകൂടി വികസിപ്പിച്ചിട്ട് പല ഇതായി വരുന്നുണ്ട്, വികസനം വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടുന്ന്. പിന്നെ അതെ, പിന്നെ അതിൻ്റെ അപ്പുറത്തെത്തിയാൽ എലിക്ക് തീറ്റ കൊടുക്കാം. ഒരു ഏതോ ഇനത്തിൽപ്പെട്ട എലികളാണ്. എലിക്ക് തീറ്റ കൊടുക്കുന്ന കാണാം. എന്റെ അച്ഛനാണ് എലിക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നത്. അതെ, തീറ്റ ഇട്ട് കൊടുക്കാൻ തീറ്റ നമ്മൾ കൊണ്ടുപോകേണ്ടതില്ല. അവിടെ അവർ അടുത്തുള്ള ആൾ നമുക്ക് തരും. അപ്പോൾ നമ്മൾ എന്താക്കുക, എലിക്ക് അത് എടുത്ത് കൊടുക്കുക. കാണുന്നില്ലേ, ഞാൻ കൊടുത്ത നല്ല തിന്നുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഇതാ പല വെറൈറ്റി ഐറ്റംസ് പ്രാവുകൾ. പിന്നെ കാണുന്ന ഫിഷുകളാണ്. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പല ഐറ്റംസ് ഫിഷ്. പിന്നെ ഇതാ നായ്ക്കള്. പിന്നെ ചെറിയൊരു കൃത്രിമമായിട്ട് വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയും ഫിഷ്. അങ്ങനെ 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 ഒരുപാട് ഐറ്റംസ്. നമ്മൾ കൊടുത്ത പൈസ എന്തായാലും മുതലാവും ഇവിടെ വന്നാൽ. പിന്നെ ഇതാ ഫിഷ്. പിന്നെ ഉള്ളത് ആമേനെ കാണാം. അതുപോലെ തന്നെ ആമ, ഒരുപാട് വലിപ്പത്തിലുള്ള ഫിഷാണ് ഈ കാണുന്നത് അല്ലേ. പിന്നെ അതിലെല്ലാം എണ്ണാറക്കണ്ണ്. നമ്മുടെ അണ്ണാരക്കണ്ണനല്ലേ, ഇത് ആഫ്രിക്കയിലും മറ്റുള്ള അണ്ണാരക്കണ്ണനാണ്. എണ്ണാറക്കണ്ണ് ഇതാ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന കാഴ്ച കാണുന്നത്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ്. പിന്നെ വീണ്ടും ഇത് പാമ്പല്ലേ, പാമ്പ് പല കൊമ്പോ. ഇത് നേരത്തെ കാണിച്ച ഫസ്റ്റ് മരപ്പാമ്പുണ്ട്, ഉറക്കം മണ്ടിലുണ്ട്. പിന്നെ വീണ്ടും എലികളുടെ കുഞ്ഞുങ്ങളെ കാണാം നമുക്കിവിടെ. എലി വെള്ളം കുടിക്കുന്ന കാണാം അല്ലേ. അതെ, ഫീഡിങ് ടൈം. എലിയുടെ കുഞ്ഞുങ്ങളാണ്, എലിക്കുഞ്ഞുങ്ങൾ, വലിയ എലി. പിന്നെ മുയൽ, വേറെ ഇനത്തിൽപ്പെട്ട ഒരു ജീവിത കിടന്നുറങ്ങുന്നു.
അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലായിട്ട്. പിന്നെ ഇതാ ജിറാഫിനെ പോലത്തെ ആമ അതിൻ്റെ കഴുത്ത് നീണ്ടു പോകുന്നുണ്ട. ഇതൊരു വെറൈറ്റി ആണ് അല്ലേ? വെറൈറ്റി ഉള്ളത്. അതെ. കാഴ്ചകൾ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടമായ. അതെ, ഇഷ്ടമായി. അതെ. അടുത്തത് വേറൊരു ജീവി, വുഡ്പെക്കർ പോലത്തെ ഒക്കെ ജീവികളാണ് ഗൈസ്. പിന്നെ വെറൈറ്റി പക്ഷികൾ, ചൊറിയുന്ന കുരങ്ങൻ, വെറൈറ്റി കുരങ്ങ് അല്ലേ? അതെ. പിന്നെ പക്ഷി, മരം കൊത്തി, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ആയിട്ടുണ്ട്. കൃത്രിമമായിട്ടുണ്ടാക്കിയ വെള്ളച്ചാട്ടം, പിന്നെ ഡെയിലിയല്ലേ മരം ചാടി, ഇത് കള്ളൂണിൻ്റെ ആയിട്ട്. ഏതായാലും നിങ്ങൾ ഇവിടെ വരിക, കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യുക. ഇവിടെ നല്ല ഇഷ്ടം പോലെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും നിങ്ങൾ വരിക. ഓക്കെ. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വന്നാൽ കാണുന്നതാണ് കുറച്ച് കളിപ്പാട്ടങ്ങൾ. അത്യാവശ്യമായിരിക്കും കുട്ടികളെ കരയുമ്പോൾ മേടിച്ചു കൊടുക്കാൻ കളിപ്പാട്ടങ്ങൾ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. കാറുകൾ, അങ്ങനെ ചെറിയ, അതെ, കമ്മല്, മാലകൾ, പിന്നെ ഉള്ളത് വാട്ടർ ബോട്ടിൽ, ചെറിയ ഐറ്റംസ്, കാറുകളാണ് ഇങ്ങനത്തെ കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്. പിന്നെ ഇറങ്ങി പോകുമ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു ബോർഡ് കാണാം. പിന്നെ പുറത്തെ കാഴ്ചയാണ് കാണുന്നത്. ഒക്കെ നമ്മൾ കാര്യം കണ്ടത് ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ ഏതായാലും നമ്മളിതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ്. ഇനി ബീച്ചിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ബീച്ചിൽ പോയിട്ട് സൺസെറ്റും പിന്നെ കടലിന്റെ ഭംഗിയും ആസ്വദിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം ഗൈസ്.